ഹലോ, ഞാൻ ഹരിപ്രസാദ്. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഇവിടെ ജമ്മു കാശ്മീരിൽ സോൻമാർഗിലാണ് ഉള്ളത്. നമ്മുടെ ബ്രോണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ ഫുൾ സെറ്റാണ്. വണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ ലഡാക്കിലേക്ക് പോകാനാണ് പ്ലാന്. വിയ ജോസില പാസ് വഴിയാണ് പോണത്. വേൾഡ് സെക്കൻഡ് മോസ്റ്റ് ഡേഞ്ചറസ് പാസ് ഒക്കെയാണ്. ഇന്നലെ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോണ് ഗോപ്രോ ഒന്നും ചാർജ് ഇല്ല. എല്ലാം ഒരു വിധത്തിലാണ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും പോയിട്ട് അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തിട്ട് ഇതാക്കണം. പിന്നെ ആൾ മാറിയിട്ടൊന്നുമില്ല, ഫുള്ളായിട്ട് മുടിയൊക്കെ വെട്ടി. എനിക്ക് കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് മുടി വെട്ടണം എന്നുള്ളത്. കാരണം ഇവിടെ ഒരു വിയേർഡായിട്ടുള്ള ഒരു ഹെഡ് മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ജസ്റ്റ് കയറി പിന്നെ അങ്ങനെ ചെയ്തു. അതാണ് നടന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ ലുക്സ് റിയലി ഗുഡ്. കാരണം ഇതേപോലെയൊക്കെ മുടി വെട്ടണം വെച്ചാൽ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു 400-600 രൂപയ്ക്കാണ്. ഇവിടെ മുടി വെട്ടാൻ 60 രൂപയും മസാജിന് 100 രൂപ 150 രൂപ അങ്ങനെയാണ് സംഭവം വരുന്നത്. അത് ഞാൻ ക്ലിപ്സുകളൊക്കെ കാണിച്ചു തരാം അതിൻ്റെ അടിയിൽ തന്നെ. അതേപോലെ തന്നെ നമ്മൾ ബൈക്ക് ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഇവിടെ നിന്ന് കാർഗിൽ വരെ ഒരു പമ്പുണ്ട്. അപ്പോൾ അത് വിശ്വസിച്ചാൽ പോകണത്. കാരണം ഞങ്ങളുടെ കയ്യിൽ ക്യാനൊന്നുമില്ല. ക്യാൻ എൻ്റെ കയ്യിലുണ്ട്, അതൊന്നും നേരെ വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വെക്കാനും സ്ഥലമൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. നേരെ എന്താ പറയുക, ലഗേജ് ക്യാരിങ് സിസ്റ്റം ഒന്നും നേരെ സെറ്റ് ചെയ്തിട്ടില്ല. സോ ഞങ്ങൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കാർഗിൽ പോയിട്ട് കാർഗിൽ നിന്ന് നേരെ ലേക്ക് പോവും. അവിടെ നിന്ന് പെട്രോൾ ചെയ്തിട്ട് ഇന്ന് തന്നെ ലേ എത്തിക്കാനാണ് എങ്ങനെയെങ്കിലും മാക്സിമം പ്ലാന്. ജോസില പാസ് ഇന്ന് വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ കടത്തി വിടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എല്ലാം അവിടെ പോയാലേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മറക്കാതെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. ഭയങ്കര ഒന്നൊന്നര അഡ്വഞ്ചർ ആയിട്ടുള്ള റൂട്ടിൽ കൂടെയൊക്കെ പോകുന്നത്. ഇതുവരെ ഒരു മിനി അഡ്വഞ്ചറൊക്കെ വന്നത്. ഇന്നലെ നമ്മൾ താജ്വാസ് ഗ്ലേഷ്യറിലൊക്കെ പോയി. ആ വീഡിയോസൊക്കെ കണ്ടില്ലെങ്കിൽ എല്ലാവരും ഇന്നലെ കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അപ്പോൾ നമുക്ക് ഗോപ്രോ വീൽ തന്നെ വരാം. ഓക്കെ, ഫൈനലി അപ്പോൾ നമ്മൾ ലഡാക്കിലോട്ട് തിരിച്ചു. ഇനിയിപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേരെ ജോസില പാസ്, ദ്രാസ്, കാർഗിൽ വഴി നേരെ ലഡാക്കിലോട്ട് പോകാനാണ്. ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും എത്തണം. ഇപ്പോൾ സമയം 7 മണി. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പുകളൊക്കെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ പോകാൻ തീരെ മനസ്സില്ല. എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് ഇരിക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ ഫുൾ ആർമിയുടെ കൺട്രോളൊക്കെ ആയത് കാരണം എവിടെ നോക്കിയാലും ആർമിയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ആൾക്കാരൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലി തന്നെയാണ്. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്, അത് അതിൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജോസില പാസിൽ കൂടെ പോണത് വേൾഡ് സെക്കൻഡ് മോസ്റ്റ് ഡേഞ്ചറസ് പാസ്. ഇതുവരെ ഞാൻ പാസ്സൊന്നും കടന്നിട്ടില്ല. പക്ഷേ ഇതുവരെയുള്ള ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു മിനി ട്രയലുകളായിരുന്നു. ഇനി കടക്കാൻ പോണതാണ് ലോകത്തിലെ 2ാമത്തെ പതും അതുപോലുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് കടക്കാൻ പോകുന്നത്. സോ സേഫായിട്ട് തന്നെ പോയിട്ട് വരാം. നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഇവിടുത്തെ ലാൻഡ്സ്കേപ്സുകൾ എത്ര കണ്ടാലും മതിയാവില്ല. അവരുടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കുറച്ച്. നമ്മളിപ്പോൾ നേരെ പോകാനാണ് പ്ലാൻ. എൻ്റെ വണ്ടിയിൽ പെട്രോൾ അത്യാവശ്യമുണ്ട്, അവരുടെ കയ്യിലുണ്ട്. അടുത്ത പമ്പ് വന്നിട്ട് നമുക്ക് വരുന്നത് ദ്രാസിലോ കാർഗിലോ ആയിട്ട് അടുത്ത പമ്പ് വരും. അപ്പോൾ അവിടെ നിന്ന് ഫീൽ ചെയ്യുന്ന പ്ലാന്. പിന്നെ ഞാൻ ഷൂ എൻ്റെ കംപ്ലൈൻറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഷൂ വാങ്ങിച്ചു. ഒരു കുഞ്ഞ് ബൂട്ട് വാങ്ങിച്ചു, ഒരു ബ്ലാക്ക് കളർ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഈ ഗ്ലൗസ് വാങ്ങിച്ചു. ഇവിടെ എൻ്റെ ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് തണുപ്പ് തോട്ടാൻ പറ്റുന്നില്ല. അത് എയർ അവൻസുള്ള ഗ്ലൗസാണ്. നോർമൽ സാധാ 250 റുപ്പീസിൻ്റെ ഗ്ലൗസാണ്. അപ്പോൾ ഇത് പ്രൊട്ടക്ഷനുള്ള ഗ്ലൗസില്ല, പക്ഷേ കംഫർട്ടബിളാണ്. അതേപോലെ തന്നെ ഇതാണ് എന്താ പറയുക, തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാരണം അത് ഇടുന്നതിന് തണുപ്പിൽ ഓട്ടാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അതേപോലെ തന്നെ എൻ്റെ ഈ ജാക്കറ്റ് എന്തായാലും ഊരി വെച്ചിട്ട് സാധാ ഇട്ട് ഓട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇട്ട് ഓട്ടാണ്. റെയിൻ ലൈനർ ഇട്ടുമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ റെയിൻ ലൈനർ ഇട്ടുമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പിന്നെ ഇടാതിരിക്കുന്നത്. നമുക്കപ്പോൾ ഡയറക്റ്റ് ടു ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. അവരും പുള്ളി ബാക്കിൽ ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചതാണ്. ഇവിടെ എല്ലാം ചീപ്പ് തന്നെയാണ് കേട്ടോ. ചീപ്പ് ഇൻ ദ സെൻസ് നമുക്ക് കാണുന്ന സമയത്ത് നമ്മുടെ അവിടെ നിന്നൊക്കെ വാങ്ങുകയെന്ന് വെച്ചാൽ അതിൻ്റെ 2000-4000 ഒക്കെ വരും. ആ സാധനം ഇവിടെ 800. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഇന്ത്യൻ ആർമി എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഓ, ഇത് ഫുൾ ഇന്ത്യൻ ആർമിയാണ്. ഓക്കെ, ആ കാണുന്നത് ഈ ഒരു ഗ്ലൗസിന് 2 പെയറിനും കൂടെ 100 രൂപയുള്ളൂ. അങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ട് പോകണമെന്നുണ്ട്. വീട്ടിലേക്ക് കുറച്ച് സംഭവം ഇങ്ങനെ മെമ്മറിക്ക് ആയിട്ട് ഇവിടെ നിന്ന് തുണിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോയി എനിക്ക് എടുത്തിട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് നമ്മൾ ഇവിടെ വന്നു എന്നുള്ളൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ഹുഡി വാങ്ങിച്ചു. അത് ഭയങ്കര വീടായിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉള്ള ആൾക്കാർ ഇടുന്ന പോലത്തെ. ഇനി ലേ മണലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് വല്ലതൊക്കെ വാങ്ങണം. കാരണം എന്തായാലും നമ്മൾ ഏതൊരു ഇതുപോലെ പോകണമെങ്കിൽ ഞാൻ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്താണ്. പോകുന്ന സമയത്ത് വാങ്ങണം, കൊടുക്കണം. കാരണം നമ്മൾ ഓക്കെ
കൊടുക്കണം എന്നുള്ളതൊക്കെ. സോസില്ല ടണൽ പ്രൊജക്റ്റ് വർക്ക് ഇൻ പ്രോസസ്. അപ്പോൾ സോസില്ലയുടെ ടണൽ വർക്ക് ഇൻ പ്രോസസ്സാണ്. ഇവിടെ എവിടെയാണ് ടണൽ വരുന്നത് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ബി ആർ ഒ നമ്മുടെ ജമ്മു എന്ന് വരുന്ന സമയത്ത് അവിടെ ബെക്കോൺ അങ്ങനെ ഒന്നൊരു ടണൽ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ 2-3 ടണൽ കയറി. അതിൽ വന്നിട്ട് ഒരു 11 കിലോമീറ്ററാണ് ഒരു ടണൽ. ഞാൻ എന്താ തീരാത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 11 കിലോമീറ്ററാണ് ആ ടണൽ. അതേപോലെ തന്നെ ബാക്കിയെല്ലാം കുഞ്ഞു ടണൽ. അതെല്ലാം കൂടെ ചേർത്തിട്ടോ അങ്ങനെ എന്തോ വലുതാക്കിയിട്ടാണ് ബെക്കോൺ അങ്ങനെ എന്തോ സംതിങ് ഒരു എനിക്കത് കൃത്യമായിട്ട് അറിയുന്നില്ല ആ ഒരു ടണൽ വരുന്നത്. പിന്നെ ഇവിടെ ജോസില പാസിലും വരുന്നുണ്ട്. ജോസില പാസിൽ വന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും ടണൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു അഡ്വഞ്ചർ ചെയ്യാൻ പറ്റുമല്ലോ. അല്ലാന്ന് വെച്ചാൽ പിന്നെ അവർ വിടില്ല. ഇതെന്താണ് കൊക്രാൻ ബ്രിഡ്ജോ അങ്ങനെ എന്തൊരു ബ്രിഡ്ജാണല്ലോ ഇത്. എല്ലാവരും നിർത്തി ഫോട്ടോ എടുത്തിട്ട് പോകാൻ പറഞ്ഞാൽ നടക്കില്ല. ഇനി പോകുന്ന സമയത്ത് എനിക്ക് ഇത്ര ദൂരം വരുന്ന സമയത്ത് BR റോഡ് ഇതൊക്കെ കണ്ടു. BR ഓരോന്ന് എഴുതി വെച്ച് ഡ്രൈവ് സേഫ് അങ്ങനെയുള്ള അവരുടെ ഓരോ കിറ്റ്സ് ആണോ അതിനെങ്ങനെ എനിക്ക് പ്രൊണൗൺസിയേഷൻ വരുന്നില്ല ഇപ്പോൾ തണുപ്പായിട്ട്. ആ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പോകുന്ന സമയത്ത് ഇത്ര ഫീറ്റിലേക്കൊക്കെ കയറണത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണല്ലോ. ഓക്കെ, ഇനി പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത്ര ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് നിങ്ങൾ എങ്ങനെയൊക്കെ വരാൻ പോണത്. ഇതെന്താ ബോർഡുണ്ട് BR റോഡ് മറ്റേ സംഭവമാണെന്ന് ഞാൻ നോക്കട്ടെ. യെസ്, ഈസ്റ്റ് ഓർ വെസ്റ്റ് BR ഇസ് ദ ബെസ്റ്റ്. എന്നിട്ട് അവർ തന്നെ വെച്ചിരിക്കുകയാണ് ബോർഡ്. ഈസ്റ്റ് ഓർ വെസ്റ്റ് BR ഇസ് ദ ബെസ്റ്റ് എന്ന് BR തന്നെ ബോർഡ് വെച്ചിരിക്കുകയാണ്. അത് കൊള്ളാം. അത് കണ്ടില്ല, ടെൻറ്റിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നു. ഇവരൊക്കെ ഈ എന്താ പറയുക നൊമാഡ്സ് എന്ന് പറയുക ഇവരുടെ. എനിക്കിവിടെ 2 നൊമാഡ്സിൻ്റെ കോൺടാക്ട്സ് കിട്ടി. 2 നൊമാഡ്സ് ഇൻ സെൻസ് ഒരാളുടെ കസിനോ അച്ഛനാണോ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. അത് കാശ്മീരി ലാംഗ്വേജിൽ സംസാരിച്ചു, എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്നത്, യെസ്, ആൾ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ സുവോളജിയിൽ മാസ്റ്റേഴ്സ് ചെയ്തത് ആൾ വിളിച്ചു സംസാരിച്ചു. ഈദിന് ഫുഡ് കഴിക്കാൻ വാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പോവും. എനിക്ക് ഇവിടുന്ന് പോകാൻ തീരെ മനസ്സില്ല, എവിടെ ഇരുന്നാലോ തോന്നുന്നുണ്ട്. അത്രയും അടിപൊളി ഇതൊക്കെ കണ്ടില്ല. ഇത് കണ്ടിട്ട് എങ്ങനെ തിരിച്ചു പോകാൻ തോന്നുന്നതാണ്. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിരുന്നാൽ പോരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോപ്രോളൊന്നും ചാർജില്ല ഇന്നലെ, ഏതിനും ചാർജില്ല ഇന്നലെ, ഫുൾ കാരണമില്ലാത്തതുകൊണ്ട്. സോ നമ്മൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ടു ജോസില പാസ് വഴിയാണ് പോകുന്നത്. ഞാനവിടെ പോയിട്ട് ഓൺ ചെയ്യാം. എനിക്ക് ഇതാണ് തോന്നുന്നു ജോസില പാസ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തന്നെ റോഡൊക്കെ റിസ്ക് ആവുന്നുണ്ട്. റോഡുകളൊക്കെ ഇപ്പം തന്നെ ഡേഞ്ചറസ് ആണ്. പ്രോപ്പർ ജോസില പാസ് ഒന്നും എത്തിയിട്ടില്ല. മാപ്പിലൊന്നും കാണിക്കുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 20 കിലോമീറ്റർ വന്നാലാണ് എത്തുക. ഈ തോന്നുന്നു അപ്പോൾ പതുക്കെ ജോസിലയിലോട്ട് ഇങ്ങനെ എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഫാളിങ് റോക്സ്, എൻ്റെ മോനെ ഇതെന്താണ് ഇത്, ലാൻഡ് സ്ലൈഡോ? ഇവിടെ ഫാളിങ് റോക്സ് ആണ്. അടിപൊളി. ഇതുപോലെ ഇനി നിറയണ്ട, ഇതൊക്കെ വെറും കുറവാണ്. റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഈ സൈഡ് നല്ല ഭംഗി കാണുമ്പോൾ നമ്മളങ്ങനെ ഓടിച്ച് പോയിക്കോളും. പിന്നെന്താ വെച്ചാൽ വണ്ടി അതേപോലെ പുള്ളിയും കുറവാണ്. കുറവെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത്യാവശ്യം നന്നായി ത്രോട്ടിൽ കൊടുത്താലേ വണ്ടി പോകുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ ഉള്ളൊരു ബുദ്ധിമുട്ട്. ഇത് ഫുള്ള് ഇത് അവിടം വരെ വണ്ടി പോവും ജോസില പാസ്. ഓക്കെ, അതാണ് മലയൊക്കെ തുറന്നിട്ടാണ് പോണത്. ഇവിടെയൊക്കെ ഫുൾ ആൻസിലറും കാര്യങ്ങളൊക്കെയാണ്. ജോസില പാസ് 1.5 ഡേഞ്ചറസ് പാസ് തന്നെയാണ്. ജോസില പാസ് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഇത് തന്നെയാണോ തോന്നുന്നു പാസ്. ഇപ്പം തന്നെ റോഡ് ഇങ്ങനെയാണ് ഉള്ളത്. ഇതുണ്ടല്ലേ, അതാണ് പറഞ്ഞത്. ഒരു ദിവസം ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ. ലോറികളെ ഒരേ ദിവസം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ആ ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. അത് കാരണം അത് പെട്ടെന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല. അതുമല്ലാതെ പൊടിയാണ്. റേഡിയേറ്ററിലൊക്കെ നല്ല പൊടി കയറുന്നുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വെയിൽ വന്നു. എന്താണ് ഇതിൽ കൂടെ എങ്ങനെയാണ് ലോറി കയറി? ബൈക്ക് പിന്നെയും കുഴപ്പമില്ല. അയ്യോ സൈഡിലേക്കൊന്നും അങ്ങനെ പോകാനും പറ്റുന്നില്ല. ഏത് സൈഡാണെങ്കിലും പ്രശ്നമാണ്. ഫുള്ള് റോഡ് പൊളിയും അങ്ങനെയാണ്. ഇത് കണ്ടില്ലേ, ഈ വ്യൂ കണ്ടില്ലേ? താഴേക്ക് നല്ല ആഴമുണ്ട്. എന്നോട് ഫ്രണ്ടിൽ പോകാൻ പറഞ്ഞാണ്.
ആഹാ, റോഡില്ലല്ലോ. മുകളിലേക്കാണല്ലോ. ബൂട്ടിട്ടത് കാരണം ഗിയർ ചേഞ്ച് ചെയ്യാനും പറ്റുന്നില്ല. അവരങ്ങനെ വരും. വണ്ടി കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അയ്യോ, ഈ സൈഡൊന്നും ഒന്നുമില്ല. കയറുന്നില്ല വണ്ടി. ഓക്കെ, കയറി ഒക്കെ. ഒന്നാമതായാലും നല്ല ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ബുദ്ധിമുട്ട്. ഇത് മൊത്തം എന്താ ഉണ്ടല്ലോ, ലാൻഡ് സ്ലൈഡ് ആവാൻ വേണ്ടി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വീഴാം, ഇപ്പം വേണമെങ്കിൽ ഇപ്പം വീഴാം, അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവിടെ ക്രോസ് ചെയ്ത് കളയാം. വെറുതെ നിന്നിട്ട് എന്തിനാണ്? കാണുമ്പോൾ ഇത് കല്ലുകൾ കണ്ടില്ലേ? കാണും. ഓ, കാണുമ്പോൾ നിങ്ങൾക്ക് മേബി ഫീൽ ചെയ്യില്ല, പക്ഷെ ഇത് വൺ ഡേഞ്ചർ തന്നെയാണ്. അല്ല, ഇതിപ്പോൾ പിന്നെയും ഇവിടെ റോഡുണ്ട്. ഇനിയും അത്യാവശ്യം അതോ കുഴപ്പമില്ല. ഇനിയും അത്യാവശ്യം അവിടെ റോഡുണ്ട്. ഇവിടെ അങ്ങോട്ടേക്ക് റോഡും ഉണ്ടാവില്ല, അതാണ് പേടി. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് കണ്ടപ്പോൾ മനസ്സിലായില്ല. അതാണ് അവർ ഒരു ദിവസം ഒരു സൈഡ് മാത്രം വണ്ടി വിടുന്നത്. ഈ റോഡ് അത് കാരണമാണ് വേറെ ടണൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ. കാരണം ഇങ്ങനെയുള്ള മലകളിലൊക്കെ ടണൽ ഉണ്ടാക്കുന്ന വെച്ചാൽ അത്യാവശ്യം നല്ല പണിയുള്ള കാര്യമാണ്. ലോറിക്കാർ ടാറ്റ കാണിക്കണം, അവർക്കിതൊക്കെ ഡെയിലി ചെയ്യുന്ന സംഭവമുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഓവർടേക്ക് വേറെ ചെയ്യണം, ഒരു ഫാമിലിനെയൊക്കെ വെച്ചിട്ടാണ്. അയ്യോ, ഇങ്ങനെയായിരുന്നു. എനിക്ക് എൻ്റെ പേടിയില്ല, ജാവയാണ്. അവർ ഹെവി ലഗേജ് ഒക്കെയാണ് ഉള്ളത്. അയ്യോ, റോഡില്ല. ഐസ് ഉരുകാൻ തുടങ്ങി. അപ്പം ഞങ്ങളിന്ന് പോകുമ്പോഴേക്കും ഞങ്ങൾ പെടും. ഇവിടെ ഫുൾ ഐസാണ്. എൻ്റെ പാൻറ് ചെറിയ പാൻ്റാണ്, കാലിലേക്കൊക്കെ വെള്ളതായിട്ട്. അയ്യോ, അയ്യോ, ഇവിടെ റോഡില്ലേ? വാട്ടർ ക്രോസിങ് ഇതൊന്നും സീനില്ല. അയ്യോ, അവരവിടെ അവരിനെ കാണാനില്ല. അവൾ വരുന്നുണ്ട്. ലഗേജും കാര്യങ്ങളും വെച്ചിട്ട് സ്പീഡിലോ അല്ലെങ്കിൽ എണിച്ച് നിന്നിട്ട് ഓട്ടാനും പറ്റുന്നില്ല. ഓ, ഇത് മറ്റേ ഈ എന്താ പറയുക, സ്ലിപ്പാവുന്ന രീതിക്കുള്ള കല്ലാണ്. അതുമല്ലാതെ ടയർ അങ്ങനെ കയറുമ്പോൾ പൊങ്ങിയിട്ട് കാലിലേക്കൊക്കെ വന്ന് അടിക്കുന്നുണ്ട്. അത് ഐസിൽ കൂടെ, ഐസാണല്ലോ ഇത് മൊത്തം. അയ്യോ, അവർ നല്ലോണം പുറകിലാണ്. ഇവിടെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഓ, അത് ഫുള്ളതാ സ്നോ മൗണ്ടെയ്ൻസാണ്, കംപ്ലീറ്റ് സ്നോ മൗണ്ടെയ്ൻസ്. അതൊക്കെ ഉരുകിയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ ഫുള്ള് വെള്ളമാണ്. സോ നമ്മൾ ലേ പോകുന്ന സമയത്ത്, ലേ മണാലി ഫുൾ വാട്ടർ ക്രോസിംഗ് ആണെന്ന് പറഞ്ഞു. പാങ്കോങ്ങിലേക്ക് തന്നെ 4 വാട്ടർ ക്രോസിംഗ് നല്ല ഡേഞ്ചറാണ്, ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. വേൾഡ് സെക്കൻഡ് ഡേഞ്ചറസ് എന്താ പറയുക, പാസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി വലിയ പ്രശ്നം ഉണ്ടായാലും വിചാരിക്കണം. ഐസി കൂടെ ഒന്നും ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല, അപ്പോഴാണ് ചാൻസ് കിട്ടണം. ഐസി കൂടെ എന്ന് പറഞ്ഞാൽ സൈഡിൽ ഐസായിട്ട് ഇങ്ങനെ, അല്ലാതെ ഐസി കൂടെ ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ചെയിൻ ഇടണം, അല്ലാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ടയർ വേണം. ഇതാണ് ഇവിടുത്തെ ലോക്കൽസ് ഇവിടെ ഓടിച്ച്. അതുകൊണ്ടോ പോണുണ്ട് ആള്, ഇതാ പോണുണ്ട് ആള്. ഇവിടുത്തെ ലോക്കൽസാണ് ഇവർക്ക് ഓടിച്ച് പരിചയമുള്ളതുകൊണ്ട് പോവാണ്. പക്ഷെ എന്നാലും ഇത് കുറച്ച് ഡേഞ്ചറാണ്. അവർ പുറകിലുണ്ട്. ഈ സൈഡിൽ കൂടെ തന്നെ പോകാനാണ്. വണ്ടി ഉണ്ടല്ലോ.
അയ്യോ, ഇതൊരു ഒന്നരതായിരുന്നു കോപ്പർ ഓണായില്ല, എനിക്ക് ഓണാക്കിയത്. അതല്ലാതെ ഹെൽമെറ്റിനുള്ളിൽ ഫോഗെന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല. ഹെൽമെറ്റ് തുറന്നാൽ പൊടിയും. അവർ പുറകിലുണ്ട്. അവരിന് എന്താ ഫ്രണ്ട് കിട്ടുന്നത് വെച്ചാൽ, ഒന്നാമത് ലഗേജ് ഉണ്ട് അവർക്ക്, 2 പേരാണ്. വണ്ടി അത്ര ഇതുമല്ല. അത് കാരണമാണ് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അറിയുമല്ലോ. ഞാൻ ഫ്രണ്ടിൽ പോയിക്കൊണ്ടേയിരിക്കുമല്ലോ. നോക്കുന്നുണ്ട്, പുറകിലാണ്, സേഫാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഞ്ഞ് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വേണം. ഉണ്ടല്ലോ ലോക്കൽസ് കാണിക്കണേ. ധൃതി ഉണ്ടെന്ന് വെച്ചാൽ നേരത്തെ ഇറങ്ങണം, അല്ലാതെ ഇങ്ങനത്തെ റോട്ടിൽ കിടന്ന് കളിക്കില്ല വേണ്ടത്. ഫൈനലി നമ്മൾ സോസില പാസ് ക്രോസ് ചെയ്തു. ഭയങ്കര അഡ്വഞ്ചർ എന്ന് വിചാരിച്ചില്ല ഞാൻ. ഇത്രയ്ക്ക് ലൈക്ക് കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു. പക്ഷെ എന്നാലും ഇത് അത്യാവശ്യം ചില സ്ഥലത്തൊക്കെ നല്ല രീതിക്ക് തന്നെ ആയിരുന്നു. എന്താ BRO അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സോസില പാസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വന്ന് 2-3 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ്. ഇത് അവിടെയാണ് സോസില പാസ് കഴിഞ്ഞിട്ട് വരിക. ഇവിടെ കുറെ കടകളുണ്ടാവും. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ഇനി ദ്രാസ് കാർഗിൽ വഴി ലേയിലേക്ക് പോകാൻ പ്ലാന്. അപ്പോൾ നമുക്ക് പോവാം. ഇവിടുത്തെ ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കാണും. സോസില പാസ് കടന്നു, വേൾഡ് സെക്കൻഡ് ഡേഞ്ചറസ് പാസ് കടന്നു. അവിടെ വരെ വന്നിട്ട് ഹാപ്പിയാണ്. സോ സ്ട്രെയിറ്റ് ലേയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങനെ വന്നിട്ട് ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്താണ്. ഇവിടെ നമ്മുടെ സോസില വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഗുംറി ദ്രാസ്, അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ. എന്തൊരു എപ്പോഴാണ് വാർ നടന്നതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ബൈസൺ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിൻ്റെ ഫോട്ടോ വേണം ഞാൻ സൈഡിലിടാം. കാഷ്വാലിറ്റീസ് വന്നിട്ട് കിൽഡ് 17, വൂണ്ടഡ് 25, മിസ്സിങ് 6, എനിമി 318 പേരിന് കില്ല് ചെയ്തിട്ടുണ്ട്. വൂണ്ടഡ് 206, മിസ്സിങ് 31. ഗ്രേറ്റ്. നമ്മുടെ 17 പേര് മരിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ വൂണ്ടഡ് 25 പേരും മിസ്സിങ് 6 പേരുമാണ്. അടിപൊളിയാണ്. അതേപോലെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ വാർ മെമ്മോറിയലുള്ളത്. ജസ്റ്റ് സൈഡിലൊരു കുഞ്ഞതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും പോരാ, അതിനേക്കാളും വലുത് തന്നെ വേണം. ഇന്ത്യയുടെ ഫ്ലാഗ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ കുഞ്ഞ് ടെമ്പിൾ എല്ലാവിടെയും ഓരോ ടെമ്പിളുകൾ ഉണ്ടാവും കേട്ടോ. അത് അങ്ങനെയാണ്. അത് എല്ലാവിടെയും എന്താ പറയുക, ഈ സ്ഥലങ്ങളിലൊക്കെ ഓരോ ടെമ്പിൾ വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാം ഓരോ ആചാരത്തിൻ്റെ ബേസിൽ തന്നെയാണ്. ജോസില്ല ராஜ்புட் ரெஜிமெண்ட்லேருந்து வந்தவங்க அப்படின்னா அந்த ரெஜிமெண்ட் பேர். இப்போ இங்கே கேங்காக இருக்காங்கல்ல, ஆமாம், அந்த மாதிரி எனக்கு ஒரு ரெஜிமெண்ட் இருக்குது, ராஜ்புட் ரெஜிமெண்ட் சொல்லிட்டு. உங்களுக்கா? உங்களுக்கு என்ன ரெஜிமெண்ட்? எனக்கு பிடிச்ச ரெஜிமெண்ட். ഓ ഓക്കെ. ആൾ പറഞ്ഞത് എന്തൊരു റെജിമെൻ്റ് ഉണ്ട്, അവിടെ നിന്ന് വന്നവരാണ്. ഇൻ മെമ്മറി ഓഫ് ഗാലൻ സോൾജേഴ്സ് ഹൂ ഗേവ് ദർ ടുഡേ ഫോർ ഓർ ടുമോറോ ഡ്യൂറിങ് ഓപ്പറേഷൻ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. 1947-48 നടന്ന വാറാണ്. 1948 നടന്ന വാറാണ്. അതെല്ലാം അതിൻ്റെ കാര്യങ്ങളാണ്. ഇതെന്താ സംഭവം? ബ്രേവ് രാജ്പുട്സ് ഹൂ മെയ്ഡ് ദ സുപ്രീം സാക്രിഫൈസ്. ഇതൊക്കെ അവരുടെ പേരുകളാണ്. അതേപോലെ തന്നെ ബാറ്റിൽ ഓഫ് സോസില, അതിനെക്കുറിച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ സംഭവം ഇനോഗ്രേഷൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണ്. ഓക്കെ. വ്യൂ ഒക്കെ അവിടെ ഒരു രക്ഷയില്ല. ടെറൈൻ കംപ്ലീറ്റ്ലി മാറി. അവിടെ സ്നോ ഒക്കെയാണ്. ഇങ്ങോട്ട് വരെ ഇങ്ങനത്തെ മൗണ്ടെയ്ൻസാണ് ഇനി. ഡ്രൈ ആയിട്ടുള്ളതും നല്ല ഷാർപ്പായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മൗണ്ടെയ്ൻസാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വാർ മെമ്മോറിയൽ. ഇനി നമുക്ക് ദ്രാസിലോട്ട് തന്നെ റൈഡ് സ്റ്റാർട്ട്. ഇത് സോസില കഴിഞ്ഞ് കുറച്ച് ദൂരം ഒന്ന് ഫ്രണ്ടിൽ വന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതാണ് ഈ ഒരു സോസില വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൂ ഗേവ് ദെയർ ടുഡേ ഫോർ അവർ ടുമാറോ. അതേപോലെ തന്നെ അവിടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ട്. അവിടെ ജയ് ഹിന്ദ് എന്നാണ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ടെമ്പിളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ. നമുക്ക് സ്ട്രെയിറ്റ് ദ്രാസിലേക്ക് പോവാം. നമ്മൾ കോവിഡ് ടെസ്റ്റ് എടുക്കേണ്ട സ്ഥലം വന്നു. സോറി, കോവിഡ് ടെസ്റ്റ് ഉദർ ഭയ്യ. ഓക്കെ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് സംഭവങ്ങളൊക്കെ കാണിക്കണം. ഞാൻ എന്താ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു. കയ്യിൽ നമുക്കൊരു സംഭവം എഴുതി വരും. ഓക്കെ. ഇതാണ് നമ്മുടെ
ജോസില പാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ദ്രാസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് ചെക്ക് പോസ്റ്റ്, അതായത് കോവിഡ് ടെസ്റ്റിൻ്റെയൊക്കെ. ഇവിടെ പോയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ റിപ്പോർട്ട് കാണിച്ചതെന്ന് വെച്ചാൽ കയ്യിലൊരു സീൽ ചെയ്തിരും കാണിച്ചു തരാം. സീലല്ല, ഒരു റെഡ് കളറിലൊരു സംഭവം എഴുത്തരും, റെഡിങ്കിൽ. അത് കൊണ്ടുപോയിട്ട് ഇവിടെ പോയെന്ന് വെച്ചാൽ ഡപ്പിൽ പോയെന്ന് വെച്ചാൽ അവർ സീൽ ചെയ്തിരും. എന്നിട്ട് ഡയറക്റ്റ് പോകുന്നേ ഉള്ളൂ. വേന്ന് തിരിച്ച് ഈ വഴി ശ്രീനഗർ കാശ്മീർ പോകണമെന്ന് വെച്ചാൽ കോവിഡ് ടെസ്റ്റും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, അങ്ങനെ വിട്ടോളൂ. അപ്പോൾ അവിടെ വെൽക്കം ടു ലഡാക്ക് എന്തുകൊണ്ട്. അപ്പോൾ നമുക്ക് അതുവഴി കാണാം. ഞാൻ ഇത് കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന സംഭവം. ബിഹാർ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, ഞാൻ ലഡാക്ക് വരുന്ന ഡ്രീം ചെയ്തു, ഇപ്പോൾ അത് ചെയ്തു. കേരളത്തിൽ നിന്ന് ലഡാക്ക് വരെ ഞാൻ എത്തി. ലഡാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല, കുറച്ച് നേരം കൂടെ ഉണ്ട്. എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമ്മളിപ്പോൾ കാർഗിലിൻ്റെ വാർ മെമ്മോറിയലിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടക്കണം. നമുക്ക് ഭാഗ്യമുണ്ട് എന്തായാലും, കറക്റ്റ് ടൈമിനാണ് എത്തിയത്. അപ്പോൾ ഫ്ലാഗ് ഹോസ്റ്റിംഗ് കണ്ടിട്ട് പെട്ടെന്ന് പോകണം. റൂട്ട് ഭയങ്കര മോശമാണ് പറഞ്ഞത് ഇവരാണെന്ന് വരികയാണ്. അപ്പോൾ ഓക്കെ, ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഉള്ളിക്കറി പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് സ്ഥലം വിടാം. നമ്മളിപ്പോൾ കാർഗിലിൻ്റെ വാർ മെമ്മോറിയലിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം മലയാളിയും തമിഴും മാത്രമേ ഉള്ളൂ ആർമി ഓഫീസേഴ്സ് എല്ലാം. മെഡ്രാസ് റെജിമെൻ്റ് ആണ്. സൗത്ത് ഇന്ത്യൻ പീപ്പിൾ தான், தமிழ்நாடு, கேரளா, கர்நாடகா அண்ட் ஆந்திரா, இந்த 4 பீப்புள் மட்டும்தான் மெட்ராஸ் ரெஜிமெண்ட் எடுப்பாங்க. இப்போ தான் ரீசெண்டாக ஒரு 5-10 இயர்ஸாக ஆல் ஓவர் இந்தியாவிலேருந்து ரெக்ரூட் பண்ணுறாங்க. ஃபஸ்ட்டு மெட்ராஸ் ரெஜிமெண்ட் ஒன்லி ஃபார் சவுத் இண்டியன்ஸ். പുള്ളി പറഞ്ഞ കേട്ടില്ല, ഇതൊക്കെ സംഭവം എനിക്ക് വലുതായിട്ട് അറിയില്ല. ഞങ്ങൾ എന്തായാലും ഭയങ്കര ലക്കിയാണ്, കാരണം ഫ്ലാഗ് ഹോസ്റ്റിംഗ് കാണാൻ പറ്റി. ഫ്ലാഗ് ഹോസ്റ്റിംഗ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഫ്ലാഗ് ഹോസ്റ്റിംഗ് കണ്ടിട്ട് പെട്ടെന്ന് സാധനം എടുത്തേ. വാർ മെമ്മോറിയൽ കണ്ടു. വാർ മെമ്മോറിയൽ അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാരണം അങ്ങോട്ട് ലേ റൂട്ട് ഭയങ്കര ടഫാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. മെമ്മോറിയൽ കണ്ടു. ജൂൺ 26 ആണല്ലോ കാർഗിലിൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ലക്കിയാണ്. ഫ്ലാഗ് ഹോസ്റ്റിംഗ് കണ്ടു, അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. ടൈഗർ ഹിൽ, ഇതാ ഈ ബാക്കിൽ കാണുന്ന ടൈഗർ ഹിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് സ്ട്രൈറ്റ് ലേയിലേക്ക് പോകാനാണ് പ്ലാൻ. അൺഎക്സ്പെക്ട്ലി മീറ്റിംഗ് ദ 2021 ന്യൂ മോഡൽ ഹയാബുസ. അടിപൊളി വണ്ടി 2020 ഹയാബുസ. എங்கே ഹലോ. ജാവ. Java. Yes. Name? Sitting Jospa. Name? ഞങ്ങളിവിടെ ഇങ്ങനെ നിർത്തി. അവിടെ ഈ സ്പ്രിംഗ് വാട്ടർ എന്ന് പറയും, മലകളിൽ നിന്ന് ഇങ്ങനെ ഉറവേറ്റ് വന്ന സ്പ്രിംഗ് വാട്ടർ, അതാണ് ഇവരിവിടെ കുടിക്കുക. ഔഷധ ഗുണമൊക്കെ ഉള്ളതാണ്. സോ ഞങ്ങളിവിടെ ഒന്ന് കുടിച്ചു. പുള്ളിക്കായിട്ട് സംസാരിച്ച്, പുള്ളിയും നിറയെ പഠിച്ചിട്ടുള്ള ആളാണ്. എനിക്കത് കേട്ട് ഇതായി. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ വില്ലേജ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ലാസ്റ്റ് വരെയൊക്കെ വന്നു, പക്ഷെ ആ പ്രോപ്പറായിട്ടുള്ള സംഭവം എവിടെ നിന്നിട്ട് രാത്രി അതുകൊണ്ട് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല. ഉണ്ട് ഒരു, പക്ഷേ അവരുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അങ്ങനെയല്ല, പെൺപിള്ളേരാണ് ഉള്ളത്, അവർ ചോദിക്കുന്നത് തെറ്റാണ്. അപ്പോൾ വെറുതെ എന്താണ് റിസ്ക് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ വ്യൂ ഒക്കെ കണ്ടില്ല ഇവിടെ. ഇതാണ് നമ്മുടെ വില്ലേജിൻ്റെ കുറച്ച് പാർട്ട്. ഇതാണ് മെയിൻ പാർട്ട്. പോകണമെന്ന് എനിക്ക് വേറൊരു സൈഡിലേക്ക് പോകണം, നമുക്ക് നോക്കാം, കിട്ടിയാൽ കാണാം. ഇതാണ് പ്രോപ്പർ വില്ലേജ്. ഞങ്ങളിവിടെ ചോദിച്ചു, അപ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിക്കാം നമുക്ക്. Is the proper invisible village? Yes, invisible. Like, can you explain why it's called invisible village? No, just tell me, just no issues. Invisible village. Yeah, because The mountain height, the village. The population is also so low here. Huh? Like population, the living people is low. Let's say. More than 607 less. Okay, no issues. അതായത് മലകളുടെ ഉള്ളിലായിട്ടാണ് ഇവരുടെ വീട് വരിക. അതുകൊണ്ടാണ് അതിനൊരു ഇൻവിസിബിൾ വില്ലേജ് എന്നൊക്കെ പറഞ്ഞത്. ഗോപ്രോ ചതിച്ചു, അതുകൊണ്ടാണ് ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോവാം. ഒരുപാട് ചെക്ക് പോസ്റ്റ് കിടക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. വീണ്ടും ഒരു ഫൈനൽ ചെക്ക് പോസ്റ്റാണ്. അത് കടന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ എത്ര പേഴ്സണാണോ അത്ര പേര് ചെക്ക് ഇടുന്ന കൊണ്ട് തരും. അത് വെച്ചിട്ട് വേണം ഇനി ഉള്ളിൽ കിടക്കാൻ. അപ്പോൾ ഫൈനലി നമ്മുടെ റൈഡിൻ്റെ ഒരു
പകുതി ഭാഗം തീർന്നിരിക്കുകയാണ്. ലേയിലോട്ട് എൻ്റർ ആവുകയാണ്. ഇനിയും കുറച്ച് കിലോമീറ്റർ ഉണ്ട്. രാത്രിയായി, കാരണം ഞങ്ങൾ ഇൻവിസിബിൾ വില്ലേജ് അതൊക്കെ ഉള്ളിലൊക്കെ കയറിയിട്ടൊക്കെ കണ്ടത്. അപ്പോൾ കുറേയൊക്കെ കണ്ടിട്ട് വന്നു. കാരണം ലൈഫിൽ ആദ്യമായിട്ട് വരികയാണ്, അപ്പോൾ കുറേ ഒക്കെ കാണണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്തു ഏതാ ഹോട്ടൽ എന്നുള്ളത്, എവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നുള്ളൂ ഇവിടെ കാണിച്ചു കൊടുക്കണം മെയിനായിട്ട്. അതാണ് മെയിൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഹോട്ടലിലോട്ട് പോകാം.